ഇപ്പം ഞാൻ 30ഓളം കൊല്ലങ്ങളായുള്ള ഈ ഫൈബ്രോയിഡ് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 30 കൊല്ലത്തിനിടയ്ക്ക് കണ്ടമാനം മെത്തേഡ്സ് വന്നു, അത് പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും നാളായി ചെയ്യുന്നത്, നമുക്ക് ഇതുവരെയും ഒരു ഫെയിലർ ആയിട്ട് ഫൈബ്രോയിഡ് ചെയ്യാൻ ലാപ്രോസ്കോപ്പി ഫെയിലർ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പം വരുന്നില്ലേ. ഇപ്പം നമ്മൾ 160 ഫൈബ്രോയിഡ് വരെയൊക്കെ ആഫ്രിക്കയിലൊക്കെ ചെല്ലുമ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു യൂട്രസിൽ നിന്ന് ലാപ്രോസ്കോപ്പി വഴി. അപ്പോൾ അത്രയും നമ്പേഴ്സ് വരെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആ ലാപ്രോസ്കോപ്പിക് സ്കില്ലിൻ്റെ ഒരു ഡിഫറൻസ് ആണ്. നമ്മൾ കുറേ നാളായാലും ഇത് ചെയ്യുന്നത്. ഇത്രയും നമ്പേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് കാരണം നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളുടെ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് കുറേ 10-30 കൊല്ലങ്ങളായി ഇത് തന്നെ ചെയ്യുന്നത്. അത് മാത്രമല്ല, സൺറൈസിൽ നമുക്കിത് സ്റ്റാൻഡർഡൈസ്ഡ് ആയി. ആ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സും, ഇപ്പൊ നീ ആണെങ്കിൽ തന്നെ ചെയ്യുന്ന ഓരോ മൂവ്മെന്റ്സും അത് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമ്മൾ കുറേ കേസുകൾ ചെയ്ത് കുറെ കൊല്ലങ്ങൾ ഈ കാര്യം തന്നെ ചെയ്ത് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ഈവൻ നമ്മൾക്ക് ഇപ്പൊ ഏകദേശം ഒരു 20-25 കൊല്ലത്തെ ഫോളോ അപ്പ് ഇല്ലേ പേഷ്യൻസ്. അപ്പൊ അത്രയും ഫോളോ അപ്പ് ഉള്ളപ്പോഴും പേഷ്യൻസിന് യാതൊരു ഡിഫിക്കൽട്ടീസും നമുക്ക് ഇതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ.